അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ നടന്നു കേട്ടോ. അപ്പോൾ ഇതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായ അതിശയമാണ് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചോ എന്ന്. കാരണം കഴിഞ്ഞു പോകുന്ന വഴികൾ മുഴുവനും അതുപോലെ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. എന്നാണ് ഒരിക്കൽ എൻ്റെ ചാനലും ഒന്ന് മോണിറ്റൈസ്ഡ് ആവുന്നത് എന്ന് ഉള്ള ഒരു ആശങ്കയോട് കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ആദ്യം ഒരു റെഡ്മി 10 എന്നാണ് തോന്നുന്നു, അങ്ങനെ പറഞ്ഞിട്ടൊരു ഫോണായിരുന്നു, ഒരു ചെറിയൊരു ഫോൺ. അതിലാണെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് കുറേ ആപ്പുകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. എങ്കിലും വളരെ ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക്. പക്ഷേ എന്തോ ഒരു പ്രതീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചില്ല. ആദ്യം ഒരു 2 വർഷം ഞാൻ അവിടെ ഇട്ടു. അതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു നാണക്കേടും ഒരു മാനക്കേടും ഒക്കെ ഇങ്ങനെ തോന്നിയതുകൊണ്ടാണ് കേട്ടോ, യൂട്യൂബിൽ വീഡിയോ ഇടുക ഈ പ്രായത്തിലൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇതിന് പ്രായമൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഒരു മിനിറ്റ് പോലും കളയണ്ട, സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷേ ലാഗ് അടിക്കരുത്. കറക്റ്റായിട്ട് നിരന്തരം ഒരു ദിവസം ഒരു 2-3 ഷോർട്സും ഒരു വീഡിയോയും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇട്ട് പോയാണ്ടല്ലോ സംഗതിയെല്ലാം ഓക്കെ ആവും. അങ്ങനെ ആ ഫോൺ കുറേ നാൾ കൊണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോൾ EMI ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ആ ഫോണും ഈ ഫോണും തമ്മിലുള്ള വ്യത്യാസമായിരിക്കാം. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഇട്ട ഒരു ലോങ് വീഡിയോ, അതിൻ്റെ ഒരു ഗുണവും കൂടി. കാരണം അത് കറക്റ്റ് ആ ഇടേണ്ട സമയത്ത് തന്നെ ഞാൻ അത് ഇട്ടു സംസാരിച്ചു. അതിൻ്റെ ഒരു ഗുണവും എനിക്കൊരുപാടുണ്ടായി. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച ഈ ഫോണിൻ്റെയും ആ വീഡിയോയുടെയും ഗുണം കൊണ്ടാണ് ഈ ചാനലിപ്പോൾ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ജീവിതത്തിൽ നെഗറ്റീവുകൾ കയറി വന്നിട്ടുണ്ട്. നെഗറ്റീവുകളും പോസിറ്റീവുകളും. പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഡൗൺ ആകുന്നില്ല. പക്ഷെ നെഗറ്റീവ് വന്ന് വിടുമ്പോൾ നമ്മൾ മൈൻഡ് പ്രശ്നമാകും. പിന്നെ ഒന്നാമത് ഞാൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഒരു ബാലൻസ്ഡ് പോകുന്ന ഒരാളല്ല എല്ലാ കാര്യത്തിലും. ഒന്നാമതൊരു വിധവയാണ്. രണ്ടാമത് എൻ്റെ ശരീരത്തിൻ്റെ അത്യാവശ്യം വേണ്ടപ്പെട്ട 2-3 ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ലൈഫ് പിന്നെ പല കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ബാലൻസ്ഡിലല്ല പോകുന്നത്. ഫിനാൻസ് ആയിക്കോട്ടെ, മെൻ്റലി, എങ്ങനെ നോക്കിയാലും ഞാനൊരു നോർമൽ ബാലൻസിൽ പോകുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പല സമയത്തും വീഡിയോ ഇടുന്നതിന് വേണ്ടിയിട്ട്, കാരണം പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല തന്നെ. ഇടേണ്ടത് ആവശ്യമാണ്, എങ്കിൽ പോലും നമുക്ക് ഇടാൻ പറ്റാതെ വരുന്നു. പല സമയത്തും ഞാൻ ഡൗൺ ആയി പോകുന്നൊരു ആളാണ് കേട്ടോ. അതെന്താണ് കാരണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ജോലിക്ക് പോകുന്ന കാര്യത്തിനായാലും ചിലപ്പോൾ കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ലീവ് വരും. എല്ലാ മാസത്തിലും എല്ലാ വർഷത്തിൽ 20 ലീവാണല്ലോ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ 20 ലീവിനെ കഴിഞ്ഞാൽ ഒരു 5-6 ലീവൊക്കെ കൂടുതൽ എടുക്കുന്ന ഒരാളാണ് ഞാൻ. ചെയ്യാൻ പാടില്ല എന്നറിയാം, നമ്മുടെ സാലറിയൊക്കെ അതിൽ കട്ടാവും. എങ്കിൽ പോലും ഞാൻ പോലും അറിയാതെ ചില സാഹചര്യങ്ങളിൽ ഞാൻ നോർമൽ അല്ലാത്ത ഒരു സ്റ്റേജിൽ വരും. മെൻ്റലി ഡൗൺ ആവും. അപ്പോൾ കിടപ്പ് കിടക്കും. പിന്നെ ശരീരത്തിനായാലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ തകരാറെന്ന് എനിക്ക് തന്നെ അറിയാതെ അങ്ങനെ പോകും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ പിന്നെ 2 പെൺകുട്ടികളാണ് എനിക്ക്. അവരുടെ കാര്യങ്ങളിൽ കൈകടത്തണം. പിന്നെ വീട്ടിലായാലും ജോലിസ്ഥലമായാലും അംഗൻവാടിയാണ്. കേരളത്തിലുടനീളം ഉണ്ടല്ലോ അംഗൻവാടികൾ. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു അംഗൻവാടി ടീച്ചറുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ജീവിത സാഹചര്യങ്ങൾ. കുടുംബത്തെ അത്യാവശ്യം ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവർക്കതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഈ കിട്ടുന്ന പൈസ ചില ടീച്ചർമാർക്കൊന്നും കുടുംബത്തേക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അത് അവരുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് അവിടെ കിടക്കും. പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് ഇത് ഒന്നും തികയില്ല.
ഇതിൽ ഇത്രയും കൂടി ഉണ്ടെങ്കിൽ പോലും ജീവിതം അങ്ങോട്ട് ശരിയായ രീതിയിൽ പോകാത്തൊരു സാഹചര്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം, അവരുടെ പ്രസവം, കുഞ്ഞുങ്ങൾ, കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ പൈസ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഒന്നിച്ച് കിട്ടുന്നില്ല, 3 ഗഡുക്കളായിട്ടാണ് കിട്ടുക. ആ 3 ഗഡുക്കൾ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അതിനപ്പുറം വേറെ ഭാരം വലിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് അംഗൻവാടി പ്രവർത്തകർ കടന്നു പോകുന്നത്. എന്നാണാവോ സർക്കാരിൻ്റെ കണ്ണൊന്ന് ഞങ്ങളിലേക്ക് തെളിയുക. അപ്പോൾ ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ചാനലിനെ കൂടുതലായിട്ട് ചേർത്ത് പിടിച്ചത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ചാനൽ സമയം കളയാതെ തുടങ്ങി വയ്ക്കുക. നിങ്ങൾക്ക് ആടാനോ പാടാനോ വരയ്ക്കാനോ, അല്ലെങ്കിൽ നല്ലതുപോലെ സംസാരിക്കാനോ, അല്ലെങ്കിൽ നല്ലതുപോലെ ട്രാവലിംഗ് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ആളോ, എന്തിലാണോ നിങ്ങളിൽ ഒരു കഴിവുള്ളത് ആ കഴിവ് പുറത്തു കൊണ്ടുവരാനും അതുമൂലം നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഈ യൂട്യൂബ് സഹായിക്കും കേട്ടോ. എനിക്ക് ഇനിയും ഇതുവരെ വന്നതുപോലെ തന്നെയുള്ള കടമ്പ ഇനിയും ഉണ്ട് ഏണിങ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം അറിയാലോ, എൻ്റെ വീഡിയോ ഒന്നും അത്ര ഞാൻ റെഗുലറായിട്ട് ഇടുന്ന ആളല്ല. പറഞ്ഞത് അതിൻ്റെ കാരണം മുൻപ് പറഞ്ഞതൊക്കെ തന്നെയാണ്. എന്താ പറയുക, അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യം. അത് വർഷങ്ങൾ അതെന്നെ ഉപയോഗിച്ചു. നീണ്ട 5 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ കുറേ നാൾ ആ ഫോൺ ഉപയോഗിച്ചു. അതിൽ പിന്നെ എനിക്ക് രക്ഷ കിട്ടിയത്, ആ ഫോണിൽ കൂടി നേരിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മക്കളുടെ സഹായത്തോടെ എനിക്ക് ട്രൈപോഡ് കിട്ടി. അതെനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു. എൻ്റെ ഈ മുഖത്തിൻ്റെ ഒരു എന്താ പറയുക, ഈ ശരിയായ അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ട്രൈപോഡ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത്, അതിനങ്ങോട്ട് 10-500 രൂപ വരുന്നുള്ളൂ. ആ രൂപ കൊടുത്തിട്ടൊരു ട്രൈപോഡ് വാങ്ങുക. പിന്നെ അത്യാവശ്യം ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചത് ഫസ്റ്റ് EMI അടച്ചു കേട്ടോ. ഈ ഫോൺ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ച്, അതായത് 1 മാസം മുമ്പുള്ള വീഡിയോസും അതിന് ശേഷം ഞാനിടുന്ന വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ പറ്റുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന്, ചിലരൊക്കെ പറയുന്നുണ്ട് 6 മാസം കൊണ്ടൊക്കെ ചാനൽ മോണിറ്റൈസേഷനായിരുന്നു. എനിക്ക് നീണ്ട 5 വർഷം വേണ്ടി വന്നു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷനായി എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റട്ടെ ഇതിൽ നിന്ന്. ഞാൻ എൻ്റെ കുടുംബത്തുള്ള മക്കളോടൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ബന്ധങ്ങളിൽ പെടുന്ന കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യൂ. പക്ഷെ ആർക്കും ഭയങ്കര മടി. അപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ മോണിറ്റൈസേഷനായി, പക്ഷേ എന്തെങ്കിലും ഒരു വരുമാനം കൂടി വന്നാലാണ് എനിക്ക് ആ കുട്ടികളുടെ മുന്നിലൊക്കെ ഒന്ന് നെഞ്ചി വിരിക്കാൻ പറ്റുള്ളൂ. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.